ഉപവാസ പ്രാർത്ഥനയുടെയും കൺവെൻഷൻ്റെയും 16ാമത് രാത്രിയിലും കൺവെൻഷൻ്റെ 2ാമത് രാത്രിയിലും നമുക്ക് ദൈവസന്നിധാനിപ്പാൻ കർത്താവിടിയാക്കി. അത് രാത്രിയിൽ എൻ്റെ സ്നേഹിതൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആമേൻ രാജ് പാസ്റ്റർ ഇന്നലെ വളരെ അനുഗ്രഹമായ നിലയിൽ ദൈവദിനം സംസാരിച്ചു. ആമേൻ. ആരംഭത്തിൽ പാസ്റ്റർ ഉറപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 2 ദിവസമേ ആയുള്ളൂ. ഇത് വളരെ യാദൃച്ഛ്യം എന്ന് തോന്നുമെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഇൻസിഡന്റൽ, റാദർ ഇറ്റ് ഈസ് എ ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ മുൻ പദ്ധതിയാണ്. 2.5 മാസം മുമ്പ് ഞാൻ ഈ പ്രോഗ്രാമിനായിട്ട് എല്ലാ ദൈവദാസന്മാരെയും ബുക്ക് ചെയ്യുകയും കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കേണ്ട മറ്റൊരു ദൈവദാസനായിരുന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. എന്നാൽ അതിൻ്റെയൊക്കെ പിമ്പിൽ ഒരു പ്രാർത്ഥനയും ദൈവപദ്ധതിയും ഉണ്ടായിരുന്നു. ഇത് സഭയിൽ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്, പിന്നത്തതിൽ ഷെയർ ചെയ്യുമെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ശുശ്രൂഷിക്കേണ്ട മറ്റൊരു കർത്തൃദാസനായിരുന്നെങ്കിലും ദൈവഹിതത്തോട് ബന്ധത്തിൽ പ്രാർത്ഥിച്ചു. ചെറിയ കാര്യങ്ങളോട് ബന്ധത്തിൽ അദ്ദേഹത്തിന് ഇന്ന് രാത്രി ഇവിടെ ആബ്സെന്റ് ആയി. എങ്കിലും കർത്താവ് വരാൻ താമസിച്ചാൽ മറ്റൊരു അവസരത്തിൽ താൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ പലരെ ഞാൻ ഈ യോഗങ്ങൾക്കായി ക്ഷണിക്കുകയും പലരെ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്തെങ്കിലും സേവിന്റെ നമ്പർ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ കൈ കിട്ടി. ഞാൻ ആ നമ്പർ കീപ്പ് ചെയ്തു. ഞാൻ വിളിച്ചില്ല. ഞാനിങ്ങനെ കീപ്പ് ഓൺ ആയി പലരോടും പല കോണ്ടാക്റ്റും ചെയ്തതിനനുസരിച്ച് ഏറ്റവും ഒടുവിലാണ് ദൈവഹിത പ്രകാരം ഇന്നലെ രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ പാമ്പാടി മണ്ഡൽ മോഹനച്ചാൻ രക്ഷയിലേക്ക് വരുമെന്നും ഈ കുടുംബം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമെന്നും ഇവർ ദൈവമക്കളായി തീരുമെന്നും ഈ പട്ടണത്തിൽ ഈ ദേശത്തിന്റെ വിളക്കായി തീരുമെന്നും ഇന്ന് രാത്രി ഈ ഭവനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുമെന്നും ഡിസംബർ മാസം 24-ാം തീയതി നാളെ കർത്താവ് അനുവദിച്ചാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിന്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടാൻ പോകുന്ന ക്രിസ്മസിന്റെ മനോഹരമായ ദിവസങ്ങളിൽ അതിന്റെ തൊട്ട് തലേ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. അവൻ ഇന്ന് രാജാവായി കോടാനുകോടികളുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. അവൻ അമർത്യനാണ്, അജയ്യനാണ്, അവൻ അതുല്യനാണ്, അവൻ നിസ്തുലനാണ്. അവൻ ഇന്നും നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആ കർത്താവിനെ ഡിസംബറിന്റെ തലേ രാത്രി ശക്തിയോടെ ഉയർത്തുവാൻ വാത്സല്യ കർത്തൃദാസൻ എന്റെ കൂട്ടു സഹോദരൻ എബിന് വേണ്ടി ദൈവമൊരുക്കിയ പ്രീപ്ലാൻഡായ യോഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരും നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. We will continue you in prayer and God will use the coming days abundantly. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായി രാത്രി നമ്മുടെ നടുവിൽ വന്ന് ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്തൃദാസനോടുള്ള സഭയുടെ എല്ലാ സ്നേഹവും ബഹുമാനവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന സഹോദരങ്ങളുണ്ട്, കർത്തൃദാസന്മാരുണ്ട്, വിശേഷിച്ച് അത്യാലയം നേടുന്നു വന്ന ഞങ്ങളുടെ വാട്സിന്റെ പിതാക്കന്മാർ സഹോദരങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരെയും വന്ദനം പറയുന്നു. ഇന്നലെയും നിങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എഫോർട്ടിന്, ധ്വാനത്തിന്, നിങ്ങളുടെ വരവിന് പ്രത്യേകം നന്ദി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയുമെങ്കിൽ രാത്രി അധ്യക്ഷനായിരിക്കുന്ന എന്റെ കൂട്ടു സഹോദരൻ നമ്പിച്ചതിന് വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു. യാഴ്ചാനാദിയായ ഭൂമി പാശ്ചാദിയായ പാശ്ചാദിയായ പ്രിയപ്പെട്ടവർ ഒക്കെ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അനുഗ്രഹീതരായി നിങ്ങൾ എല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുകയാണ്. ആമേ. സ്തോത്ര പാസ്റ്റർ സുനിൽ എന്റെ സ്ഥാനത്ത് ചില മാസങ്ങളിൽ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഇന്ന് രാത്രി ആമേ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററിനോടുള്ള വന്ദനവും നന്ദിയും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.